പുസ്തകം എന്നറിയോ? ഇതെന്താ പുസ്തകം? ഈ പുസ്തകത്തിന്റെ പേര് മഖ്ദൂമും പൊന്നാനിയും. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി എഴുതിയ പുസ്തകം മഖ്ദൂമും പൊന്നാനിയും. ഈ പുസ്തകം പുറത്തിറക്കുന്ന ആരാ? പൊന്നാനി ജുമഅത്ത് പള്ളി പരിപാലന കമ്മിറ്റി. ഇത് വിതരണം ചെയ്യുന്ന ആരാ? പൂങ്കാവനം ബുക്സ്. ഈ പുസ്തകം ഇതിന്റെ 299 പേജ്, 299 പേജിൽ ഒരു വാചകം നിങ്ങൾക്ക് കാണാം. പുതിയ മുഹ്യിദ്ദീൻ മാല. കണ്ടോ? പുതിയ മുഹ്യിദ്ദീൻ മാല എന്നാണ്. കേരളക്കരയിൽ പഴയ മുഹ്യിദ്ദീൻ മാല നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അതെ, ഇത് പുതിയ മുഹ്യിദ്ദീൻ മാലയാണ്. കേട്ടോളൂ, പഴയ മുഹ്യിദ്ദീൻ മാല പ്രസിദ്ധമാണ്. കോഴിക്കോട് ഖാദി മുഹമ്മദ് എഴുതിയ പ്രസ്തുത മാല ഏതാണത്? കോഴിക്കോട്ട് തുറ തന്നിൽ പിറന്നോവർ ഇതൊക്കെയും നോക്കിയെടുത്തോവർ എന്ന് പറഞ്ഞ മുഹ്യിദ്ദീൻ മാല. അതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയ ശൈഖിന്റെ കറാമത്തുകളും തന്റെ 99 നാമങ്ങളും ഉൾപ്പെടുത്തിയ പുതിയ മുഹ്യിദ്ദീൻ മാല രചിച്ചത് പൊന്നാനി നാലകത്ത് കുഞ്ഞു മൊയ്തീൻ കുട്ടി മുസ്ലിയാരാണ്. പൊന്നാനി മഖ്ദൂം പുതിയകത്ത് കുഞ്ഞിബാബ മുസ്ലിയാരും കൂടിയമ്മ കാനകത്ത് അബ്ദുള്ള കുട്ടി മുസ്ലിയാരും ഈ മാല ആദ്യന്തം പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ആ തിരുത്തൽ വരുത്തിയ മാല ഞാനൊന്ന് നിങ്ങൾക്ക് പാടി കേൾപ്പിച്ചു തരാം. എത്രത്തോളമുണ്ട് ഇതിലെ വിശ്വാസമെന്ന് നേരത്തെ പറഞ്ഞു. എല്ലാം വിശ്വസിക്കാൻ പറ്റൂലാന്ന്. എന്നാൽ ഇതിലെഴുതിയിട്ടുള്ളത് ഇത് വിശ്വാസയോഗ്യമാണ് എന്നാണ്. അതേ, വിശ്വാസയോഗ്യമാണ്, അംഗീകരിക്കാൻ പറ്റിയതാണ്. എന്നാ നിങ്ങൾ കേട്ടോളൂ, ഞാൻ ഒരൊറ്റ വാചകം ചൊല്ലിത്തരാം. വലിയ ഒരു ഖാദിം മൗതായ സംഗീതം അവരെ ജബുജത്ത് വന്ന് പറഞ്ഞാരെ എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരണം എന്ന് മലക്കുൽ മാവുത്തോട് കേട്ടോവർ തനിയോന്തരുളാൽ പൂടിത്തതയങ്ങീനെ താരും ഞാനെന്ന് മാലക്ക് നവിന്തോവർ നവിൽ കേട്ട് കയ്യിലാമരർ പുടിത്തുള്ളേ ജംബിലൈ വേഗം പൂടിത്ത് പരിത്തോവർ അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടെന്ന കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ. എന്താണ് ഈ വിവരം എന്നറിയുമോ? എന്താണ് ഈ വിവരം? ഞാനത് വിശദീകരിക്കാം, കേട്ടോളൂ. വലിയ ഒരു ഖാദിം, ആ മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഒരു ഖാദിം, അദ്ദേഹത്തിന്റെ സഹായി മരിച്ചുപോയി. മരിച്ചുപോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറയുന്നു, ശൈഖേ, എന്റെ ഭർത്താവ് മരിച്ചുപോയി, അദ്ദേഹത്തിന്റെ റൂഹ് എനിക്ക് തിരിച്ചു കിട്ടണം. സുബ്ഹാന ജല്ല ജലാലു. ലോകത്തെപ്പോഴെങ്കിലും ഉണ്ടായിട്ട് നിങ്ങളുടെ സംഭവം? മരിച്ചുപോയ ആൾ ആ റൂഹ് തിരിച്ചു മേടിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇതാ വന്നിട്ട് പറയുന്നു, എനിക്ക് റൂഹ് തിരിച്ചു കിട്ടണം. ആ സമയത്ത് ശൈഖ് അവர்கள் നോക്കുന്നു, റൂഹുമായിട്ട് ആളവിടെ. അപ്പൊ കാണാം മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ചൊരു കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ മേലോട്ട് പോണ്. കൊട്ടയിലിട്ടാ പോണ റൂഹ്. ഞാൻ പറഞ്ഞതല്ല, മാലയിലുള്ളതാ. മാലയിലുള്ളതാ. റൂഹ് പിടിച്ച് കൊട്ടയിലിട്ട് കൊണ്ടുപോകാണ്. മൂപ്പര് വിളിച്ചേ, ഇവിടെ വരും, ആ റൂഹും കൊണ്ടുവാ. മൂപ്പര് പറഞ്ഞു, തനിയോന്റെ അരുളാൽ പൂടിത്തതയങ്ങീനെ താരും ഞാനെന്ന് മാലക്ക് നവിന്തോവർ. പടച്ചവന്റെ തീരുമാന പ്രകാരം പിടിച്ച റൂഹാണ്, അത് തരാൻ പറ്റുകയില്ല ശൈഖേ. തരൂല. കാരണം എന്താ? മലക്കുകളെ കുറിച്ച് നമ്മളൊരു വിശ്വാസമുണ്ട്. പ്രമാണങ്ങളിലേക്ക് മടങ്ങ് നിങ്ങള്. എന്താ മലക്കുകളെ കുറിച്ച് പറയുന്നത്? ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ അല്ലാഹുവിനെ എതിര് പ്രവർത്തിക്കാത്തവരാണ്. അവർ പറയുന്നത് കൽപ്പിക്കുന്നത് പ്രവർത്തിക്കുന്നവരാണ്. വേറൊരായത്തിൽ കാണാം, മലക്കുൽ മൗത്ത് വന്നാൽ അവർ മരിപ്പിക്കുന്നവരാണ്. തവഫത്തുഹു റുസുലുനാ വഹും ലാ യുഫർരിതൂൻ. ഒരു മനുഷ്യന്റെ സമയമെടുത്താൽ നമ്മുടെ ദൂതന്മാര് വന്നവരെ മരിപ്പിച്ചു കളയും. പക്ഷേ അതിൽ അവർ വീഴ്ച വരുത്തുന്നവരല്ല. അതാ മലക്കുൽ മൗത്ത് പറഞ്ഞു, ഇല്ല തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് മനസ്സിലായി കാര്യം പന്തിയല്ല. ഒരൊറ്റ പറക്കൽ മൂപ്പര് മേളോട്ട് കൊട്ടയും കൊണ്ട് മൂപ്പര് പറഞ്ഞപ്പോ ഇതെന്ന് പറയുന്നത് മുഹ്യിദ്ദീൻ ശൈഖ് പിന്നാലെ പറഞ്ഞു. എന്നിട്ട് ആ കൊട്ടങ്ങ് പിടിച്ചു വാങ്ങി. കൊട്ട പിടിച്ചു വാങ്ങിയിട്ട് അതിന്റെ മൂടി തുറന്നൊരൊറ്റ കമക്കം.
അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടൊന്ന കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടത് തന്നിലുള്ള ഉയിറുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വീടുത്തോവർ കൊട്ടയുടെ മൂടി തുറന്നിട്ട് ശൈഖവറുകൾ അന്ന് പിടിച്ച റൂഹ് മുഴുവനും കൊടഞ്ഞങ്ങ് കളഞ്ഞു. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ റൂഹ് ഭൂമിയിലേക്ക് വന്നുള്ള അവസ്ഥ എന്താ? ചില ആളുകളുണ്ട് മയ്യത്ത് കുളിപ്പിച്ചോണ്ട് നിൽക്കുമ്പോൾ മൂപ്പര് എഴുന്നേറ്റിരിക്കണ്. ആലോചിച്ച് നോക്ക്. അതേ സമയത്ത് വേറൊരു കൂട്ടരുണ്ട് മയ്യത്ത് കട്ടിലിങ്ങനെ വെച്ച് കൊണ്ടുപോകപ്പെട്ട മയ്യത്ത് കട്ടിലാണ് നോക്കുമ്പോൾ മൂടി തുറന്ന് മൂപ്പരിങ്ങനെ കാപ്പൻപുടാട്ട് എഴുന്നേറ്റ്. കാരണം റൂഹ് അപ്പഴാ വന്ന് കയറിയത്. പിന്നെ ഖബറിന്റെ ഉള്ളിൽ എത്തിപ്പെട്ടു പോയാളുടെ കാര്യം ഖലാസ്. കാരണം എന്താ? മൂപ്പർക്ക് എഴുന്നേക്കാൻ പറ്റൂല, ആകെ മൂപ്പര് കുടുങ്ങിപ്പോകും അല്ലേ? ഇങ്ങനെ ഒരു സംഭവം ഇതാ ഇതിൽ വെറുതെ അല്ലല്ലോ, എഴുതി വെച്ചിട്ടാണ്. കഴിഞ്ഞില്ലെന്റെ പ്രിയപ്പെട്ടവരെ, ഇതാ വിട്ടതൈ കണ്ട് അസ്റായീൽ അല്ലാഹുവിന്റെ വലിമാ ഹദിറത്തിലെത്തി പറഞ്ഞോവര്. അന്ന് മലക്കുൽ മൗത്ത് ഡ്യൂട്ടി ഒക്കെ കൊളവായ വിഷമത്തിലാ. മൂപ്പര് പടച്ചോന്റെ അടുത്ത് വന്ന് ആകെ ബേജാറായിട്ട് നിൽക്കുക. അവിടെ എന്താടോ ഇന്നത്തെ ഡ്യൂട്ടി മുഴുവനും കൊളവായി ഇപ്പൊ പഠിച്ചോനെ. എന്താണ്? ഞാൻ ഇന്നലെ ബഗ്ദാദിന്റെ ആ പ്രദേശത്താണ് റൂഹ് പിടിച്ചത്. അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഒരാൾ പിടിച്ച് എന്റെ അടുത്ത് കൊട്ട പിടിച്ച് മേടിച്ച് റൂഹെല്ലാം അവിടെ കുടഞ്ഞു കളഞ്ഞു. മൂപ്പര് റൂഹ് ചോദിച്ചു, ഞാൻ കൊടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് അല്ലാഹ് പറയാത്ര എന്ത്? അപ്പോൾ മലക്കോട് അല്ലാഹ് അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചതെന്റെ വവുസല്ലേ പുതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നോവര്. എന്റെ ചങ്ങായി എനക്ക് ഒന്നങ്ങ് കൊടുത്തുവിടായിരുന്നു. ഒന്നങ്ങ് കൊടുത്ത ബാക്കിയുള്ളത് പോകുക. ആരപ്പോ ചോദിച്ചത്? എന്റെ വിചാരം യാ ഗൗസുൽ ആലം എന്ന് ഞാൻ വിളിക്കണ ആളാ നിന്നെടുത്ത് ചോദിച്ചത്, കൊടുത്തിട്ട് പോരണ്ടോ? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പ്രമാണങ്ങളിലേക്ക് മടങ്ങ്, നിങ്ങള് പ്രമാണങ്ങളിലേക്ക് മടങ്ങിവാ. ഇതൊക്കെ വലിച്ചു തോട്ടിലേക്ക് എറിഞ്ഞോളൂ, എന്നിട്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങിക്കോ. കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരെ? തിരുത്തി എന്ന് പറഞ്ഞ സാധനം മുഹ്യിദ്ദീൻ മാല ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. എന്തിനാ മുഹ്യിദ്ദീൻ മാല ആളുകൾ ചൊല്ലുന്നത്? വലിയ കൂലി കിട്ടാൻ. മൊഴിയൊന്നും കളയാതെ പിണയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ നായം കൊടുക്കുമേ. ഒരു മൊഴിയും കളയാതെ ചൊല്ലാമെങ്കിൽ സ്വർഗം ഉറപ്പാണ്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു റിപ്പട്ടൽ സെക്ഷൻ പറയാൻ പോയി. നിങ്ങൾ നോക്ക്, മാലേ മൗലൂദ് വലിയ സാധനമാണല്ലോ ഇത്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ എഴുതപ്പെട്ട മുഹ്യിദ്ദീൻ മാല. അതിൽ കാണാതെ പറയുന്നു, കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എനിക്ക് നിങ്ങളുടെ കൽബകം കാണാൻ ഞാൻ കാണുന്നതാണ്. കഴിഞ്ഞില്ല, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട് പോൽ കണ്ട് പറഞ്ഞോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടതുപോലെ പറയുന്ന ഫുള്ള് മൂപ്പർക്കെല്ലാം ശരിക്ക് സുതാര്യമാണ്, ഒരു കണ്ണാടിയിൽ തെളിയുന്നത് പോലെ. ആ മുഹ്യിദ്ദീൻ മാല അങ്ങോട്ട് നിർത്തിവെച്ചിട്ട് റിഫായി മാല തുറന്നാൽ കാണാം ഇതിന്റെ നേരെ എതിര്. എന്താണത്? ഖാജാ മുഹ്യിദ്ദീനും താനും കളിക്കുമ്പോൾ കണ്ണിൻ പിരിയത്തിൽ മേലെ ഒളിച്ചോവർ. എന്താ? റിഫായി ശൈഖ് പറയാണ്, ഞാനും മുഹ്യിദ്ദീൻ ശൈഖും തമ്മിൽ നിന്ന് ഒളിച്ചു കളിച്ചു. ഞങ്ങളായിട്ട് പറഞ്ഞ സാറ്റ് കളിക്കാന്ന് പറയാ. കുട്ടികൾ ഇങ്ങനെ കണ്ണു പൊത്തിയിട്ട് ഒളിച്ചു കളിക്കൂലേ? 1 2 3 4 5 എന്ന് ചൊല്ലിയിട്ട് ഒളിച്ചു കളിക്കാം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ ഒളിച്ചു കളിക്കുമ്പോ മുഹ്യിദ്ദീൻ ശൈഖ് പോയി, റിഫായി ശൈഖ് ഒളിച്ചിരിക്കാൻ പോയി. അത് കഴിഞ്ഞ് മുഹ്യിദ്ദീൻ ശൈഖ് ഇങ്ങനെ നോക്കി, എല്ലായിടത്തും നോക്കണ റിഫായി ശൈഖിനെ കാണുന്നില്ല. കൊറേ നോക്കി, കണ്ടില്ല. അപ്പോഴതാ അടുത്ത വാചകം എന്താണെന്നറിയോ? അടുത്ത വാചകം പറയാം. കണ്ണിൽ കരിമിഴി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൽ വാരുവീനതെന്നോവർ. റിഫായി ശൈഖിനെ അന്വേഷിച്ച് മുഹ്യിദ്ദീൻ ശൈഖ് കുഴഞ്ഞു. അവസാനം പറഞ്ഞു, ഞാൻ ഇതാ സുല്ലിട്ടിരിക്കുന്നു. സുല്ലായ അതുകൊണ്ട് ഇനി ഒളിച്ചിക്കണം, ഇങ്ങനെ വരും. അപ്പൊ എവിടെ മൂപ്പരുള്ളത്? മുഹ്യിദ്ദീൻ ശൈഖിന്റെ പിരിയത്തിന്റെ മേലെ ഉണ്ട് മൂപ്പര്. എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞപ്പോ മൂപ്പരുന്നത് ആ പിരിയത്തിന്റെ പുറത്തു നിട്ടും താഴേക്കൊരു വീണ്. എന്നിട്ട് കണ്ടാ
കണ്ണിൽ കരിമിഴി മാമനിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൽ വാരുവീനാതെന്നോവറി. കണ്ടില്ല നിങ്ങളിങ്ങ് പോരീൻ. ഇപ്പൊ എന്താ സ്ഥിതി? നേരത്തെ പറഞ്ഞത് മുഴുവൻ തകർന്നില്ലേ? എന്താ തകർന്നത്? കണ്ണിൽ കാണാത്തതും കൽവകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവറ്. അത് ശരിക്കങ്ങ് തകർന്നു പോയി എന്നർത്ഥം. കാരണം എന്താ? ഒന്നും കാണാൻ കഴിയില്ല എന്ന് റിഫായി ശൈഖ് പറയുന്നത്. കാരണം അങ്ങനെ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പിരുകത്തിന്റെ മേലെ കയറി ഇരുന്നിട്ട് കണ്ടില്ല. ഇതാണ് സഹോദരങ്ങളെ ഞങ്ങൾ പറഞ്ഞത്. പ്രമാണങ്ങളിലേക്ക് മടങ്ങൂ മക്കളെ. നബിയങ്ങ് പറയണം, ആകാശങ്ങളിലും ഭൂമിയിലും അദൃശ്യമറിയുന്നവൻ അല്ലാതെ മറ്റൊരാളുമില്ല കേട്ടോ. ഉണ്ടോ? എന്നിട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയതിനാ? ഇങ്ങനെ അദൃശ്യം അറിയുന്ന ആളുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ്. അതിനാണ് അത് ഉണ്ടാക്കിയത്. പക്ഷേ അവരുടെ വാചകങ്ങൾ കൊണ്ട് തന്നെ അത് തകർന്നടിയുന്നു. പിന്നെ എന്തിനാണ് ഇതുണ്ടാക്കിയത്? മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നാൽ പടച്ച തമ്പുരാനോടല്ലേ ദുആരക്കുന്നത്. എന്നാൽ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും വന്നാൽ ഉടനെ മൗലിദ് കിതാബിൽ പറയുന്ന ശൈഖിനോടാ വിളിക്കുന്നത്. നോക്ക്, ഇവിടെ സുള്ളി ഈ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്, വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ കാണുന്നുണ്ട്. എന്തിനാ പതൊക്കെ ഉണ്ടാക്കിയത്? എല്ലാ രോഗങ്ങളും വന്നാലും അതിന് പോയിട്ട് അവിടെ പോയിട്ട് ചികിത്സിക്കാൻ വേണ്ട അല്ലേ? എന്നാൽ ഒരു കാലത്ത് കേരളക്കരയിൽ, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കേരളക്കരയിൽ എന്തായിരുന്നു? കേരളക്കരയിലെ അവസ്ഥ, എന്ത് പ്രയാസം വന്നാലും ഉടനെ ഏതെങ്കിലും ശൈഖിനെ വിളിക്കും. മനസ്സിലായി? സ്ത്രീകൾ പ്രത്യേകിച്ചും പ്രസവം അതുപോലെ വിഷയങ്ങൾ വന്നാൽ ഉടനെ വിളിച്ചിരുന്ന നഫീസത്ത് മാലയാർ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ ബില്ലിന് ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുഫദ്ദലുൻ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലും മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ് എന്ന് തുടങ്ങുന്ന നഫീസത്ത് മാല ചൊല്ലാം. എന്നിട്ടോ ഈ നഫീസത്ത് മാലയുണ്ടല്ലോ, അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു എരവുണ്ട്. ഇരവ് എന്ന് പറയുന്നത് എരക്കാന്നാണ് മലയാളത്തിൽ പറയാ. ഇവിടെ എന്താ പറഞ്ഞത് എനിക്കറിയില്ല. എരക്കാന്ന് പറഞ്ഞാൽ കണ്ണിൽ കണ്ടവന്റെ അടുത്ത് മുൻപിൽ പോയിട്ടൊക്കെ യാചിക്കുക, പോയി ചോദിക്കുക. ഇതാണ് പരിപാടി. ഇതിൽ കാണാം നഫീസത്ത് ബീവിയോട് ഇറക്കുന്ന ഒരു ഏർപ്പാട്. എന്താണതെന്നറിയുമോ? നബി മുത്ത് മകളായ പങ്കീശം മഹിള് ബൈത്തിൽ പതിയോരായേ കരുണാരത്തരുൾ ബീവി നഫീസത്തിൽ റളിയല്ല കാരുണറിള ഞങ്ങൾ അണൈത്തിടല്ല ശറബായ സുവർഗത്തെ കൊതിത്തേറ്റം മനം വെത്ത് ശരിയായ ഇബാദത്തെ എടുത്ത് മുത്ത് പ്രധാന പോരുൾ ബീവി നഫീസത്തിൽ റളിയല്ല പ്രമാണറിള ഞങ്ങൾ അണൈത്തിടല്ല. എന്താ പാട്ട്? എന്താ വിഷയം? അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ലൊരു കാര്യമല്ലേ, പടച്ചവനോടല്ലേ ചോദിക്കുന്നത്? അല്ല, പടച്ചവനോട് ചോദിക്കുന്നത് എന്തെന്നറിയുമോ? ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്ന റബ്ബേ, ഈ പാപിയെ നീ ഏറ്റെടുക്കണേ റബ്ബേ, നിന്റെ പൊരുത്തം എനിക്ക് നൽകണേ റബ്ബേ എന്നാണ് പറയുന്നതെങ്കിൽ ഇവിടെ ഇതാ പറയുന്ന വാചകം എന്തെന്നറിയുമോ? അള്ളാഹുവിനോട് പറയുന്നു, റബ്ബേ ഞങ്ങൾക്ക് നഫീസത്ത് ബീവിയുടെ തൃപ്തി ഇങ്ങ് ഓടിച്ചു തരണം കേട്ടോ. നിന്റെ തൃപ്തി ഒന്നും വേണ്ട, പിന്നെ നഫീസത്ത് ബീവിയുടെ തൃപ്തി മതിയെന്ന്. അതാ അവസാനം പറഞ്ഞു, പ്രമാണ റിള ഞങ്ങൾ കണത്തിയിടല്ല. കഴിഞ്ഞില്ല, അടുത്തത് മികവാന കറാമത്തും വളർമയും വിലായത്തും നുകുതിയും സുഹൃത്തും പെരുത്തബിത്ത് ചീകമാറ്റക്കാരുൾ ബീവി നഫീസത്തിൽ റളിയല്ല ചികത്തരറിലാനാങ്ങൾ കണൈത്തിടല്ല. കണ്ടോ, അത്രയും വലിയ പോരിശയുള്ള ഈ നഫീസത്ത് ബീവി അവരുടെ റിള പടച്ചവനെ ഞങ്ങൾക്ക് നീ വാങ്ങിത്തരണേ റബ്ബേ.
കണ്ടോ നിങ്ങൾ ഇരക്കല്? അതാരോടാ ഇരക്കെന്നറിയുമോ? അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ത്? അവന്റെ തൃപ്തിയല്ല, മറിച്ച് ആരുടെ തൃപ്തിയാണ് ചോദിച്ചതെന്നറിയുമോ? അത് നഫീസത്ത് ബീവിയുടെ തൃപ്തിയാണ്. ഇതേ വിഷയം തന്നെ നിങ്ങൾക്ക് കാണാം. പടച്ചവനോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ മുഴുവനും പടപ്പുകളോട് ചോദിക്കുന്ന വരികൾ. മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കുന്നാൽ കണ്ണേ കൺമണിയേ മുഹീദ്ദീൻ മൂപ്പർ മുഹീദ്ദീൻ കാവലിലേകല്ല പൂവേ പൂമലരേ കാലമജിറായിൽ മൗത്ത് വാങ്ങുന്നാളിൽ മുത്തേ മുത്തൊളിവേ മുഹീദ്ദീൻ കരുത്തർ മുഹീദ്ദീൻ കാവലിലേകല്ല പൂവേ പൂമലരേ. ദുനിയാവിൽ നിൽക്കുന്ന സമയത്ത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവല് തരണേ. നമ്മളൊക്കെ ദുആരക്കും, പടച്ചവനെ നിന്റെ കാവല് വേണം റബ്ബേ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഞാനിതാ പ്രഭാതത്തിന്റെ പുലരിയുടെ നാഥനോട് കാവൽ തേടുന്നു. അവന്റെ കാവല് ചോദിക്കുന്ന സമയത്ത് ഇവരിതാ ചോദിക്കുന്ന കാവൽ ആരുടെതെന്നറിയുമോ? മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവല് നൽകണേ. മരണമാസന്നമാകുന്ന സമയത്തും മുഹ്യിദ്ദീൻ ശൈഖിന്റെത് വേണം കേട്ടോ. ഇവിടെ മുഹ്യിദ്ദീൻ ശൈഖ കുറച്ചും കൊണ്ട് കഴിഞ്ഞ വേറൊരാൾ ആരാ? മുഹ്യിദ്ദീൻ ശൈഖിനെ പെടും. പിന്നെ ആരായിരിക്കും? വേറൊരാളായിരിക്കും. തക്കത്തിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെവിടെ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂജിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബനാ. അതെവിടെ? മരണപ്പെടാൻ പോകുന്ന സമയത്ത് ഇബ്ലീസ് വന്ന് പിടിക്കും. ആ സമയത്ത് പടച്ചവനെ നീ ബദരീങ്ങളുടെ കാവൽ നൽകണേ. അപ്പോഴും അള്ളാന്റെ കാവൽ ചോദിക്കരുത് കേട്ടാ. അപ്പോഴും പടച്ചോന്റെ കാവല് ചോദിക്കരുത്. പിന്നെ ബദരീങ്ങളുടെ കാവല് എനിക്കഴിഞ്ഞില്ല. ഇതൊക്കെ മൗലിദ് കിതാബിലുള്ളതാണെങ്കിൽ ഇവർ ഈ അടുത്ത് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതുപോലെ ഒരു യാചന കൊടുത്തിട്ടുണ്ട്. അതാരെ കുറിച്ചാണെന്നറിയുമോ? CM മടവൂരിനെ കുറിച്ചാണ്. അതിൽ കാണാം, അദ്ദേഹത്തോട് ചോദിക്കുന്നു, ആലത്തിനോളി മിന്നും കതിർ കത്തി തെളിഞ്ഞുള്ള സുൽത്താനുള്ള ആരിഫായ നൂറേ ശൈഖേ, ആശിക്കുകൾക്കാരം നീട്ടി കരുണക്കായിരക്കുന്നു സയ്യിദി CM ഖുത്ബോരേ. അഹദിന്റെ അമറല്ല മുറ പോലെ നടത്തിയ അരിമുല്ല മലർ വീശുന്നോരേ, എന്റെ അഗമിയമറിയുന്ന അവിടുന്ന് തുണച്ചിടാൻ കേടുന്നു അബ്ദുൽ ഖാദിറോരേ. കഥനത്താൽ നീറും എന്റെ കൽബകം യാ സയ്യിദി, കരകെട്ടി തരണമേ യാ സയ്യിദി സനദി, കാമിലർ ശൈഖി എന്റെ ഗൗസിയാ മദദി, കാരുണ്യരീളായാണേറ്റം അതാണൻ കൊതി, കൊതികളെല്ലാം വീട്ടിടണേ താഹേ യാ സയ്യിദി, മധുവരുവോളം നൽകിടണം വീരേ, മഗ്ഫിറത്തിൻ മദീനുകരുവാൻ കൊതിക്കുന്ന മാലികേ നിൻ വീതിക്കൊത്ത്, കൽബകം ഫർഹക്കി സുറുമാലെ കുളിർത്തിടാൻ കുതുബുൽ അഖ്താബായ രാജാ, എന്നെ കുതിരത്തുടയോൻ തന്റെ റീള കൂട്ടിന് കെട്ടിപ്പൂട്ടി കാത്തിടാനിരക്കുന്നു ഹോജാ. ആരോടായി പ്രാർത്ഥന മുഴുവനും? ആരോടായി ചോദിക്കുന്നത് മുഴുവനും? CM മടവൂരിനോടാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാ പറയുന്നത്? കഥനത്തിൽ നീറുന്നെന്റെ കൽബകം യാ സയ്യിദി, കരകേറ്റി തരണമേ യാ സയ്യിദി സനദി, എന്റെ സഹായമേ എന്നെ ഒന്നും കരകേറ്റി തരണം കേട്ടോ. എനിക്കേട്ടോ അടുത്ത വാചകം, മഹിമപ്പൂവായ ശൈഖുൽ അലീമായ നിധിയേ, മടവൂരിൽ ഉദിച്ചുള്ള ബദറാൻ പൊന്മതിയേ, മാലിക്കിൻ മുലൂക്കിൻ ചാരത്തണഞ്ഞുള്ള മണിയേ, മാനവർക്കെന്നും രക്ഷ നൽകുന്നതിപതിയെ, രക്ഷകളേറെ നൽകിടണം നൂറേ, ഞങ്ങൾക്കുള്ള ശിക്ഷകളകറ്റി കാത്തിടണം വീരേ, യാ ഖുതുബുള്ള സയ്യിദി യാ ഗൗസുള്ള സയ്യിദി CM റളിയല്ലാഹ്. കണ്ടോ ആരോടാ ചോദിക്കുന്നത്? അതാ മടവൂരിനോട് പറയുന്നു, മാനവർക്കെന്നും രക്ഷ നൽകുന്ന അധിപതിയെ. ആരോടാണ് ആ വാചകം? അത് അല്ലാഹുവിനോട് പറയേണ്ട വാചകമല്ലേ? ലോകത്തിലുള്ള ജനങ്ങൾക്ക് രക്ഷ നൽകുന്ന അധിപതി അല്ലയല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കും. ഇങ്ങനെ മാലയിലും മൗലൂദിലും പാട്ടുകളിലുമൊക്കെ അല്ലാഹു അല്ലാത്തവരോട് ഇങ്ങനെ തേടുന്നു.
എന്നിട്ട് പറയാ ഞങ്ങൾ തെറ്റായതൊക്കെ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. തിരുത്തിയിട്ടില്ല, ഒരെണ്ണം തിരുത്തിയിട്ടില്ല, തിരുത്താൻ ഇവർക്ക് കഴിയുകയും ഇല്ല. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് വിഷയം അതെന്താ? പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ബുർദയാണ്. ഇപ്പൊ എല്ലായിടത്തും ബുർദ സദസ്, ബുർദ ആസ്വാദന സദസ്. പഴയ കാലത്തൊക്കെ കേട്ടിട്ടുണ്ടാവും. പഴയ കാലത്തൊക്കെ ഈ മൗലിദിന്റെ സദസ്സിൽ തുടങ്ങുന്നതിന് മുമ്പ് കാണാം. പിന്നെ ഒരു സക്കായി പറഞ്ഞൊരു വാചകമുണ്ട്, പഴയ കാലത്തൊക്കെ ഉണ്ട് മൗലിദ് നടക്കുന്നതിന് മുമ്പ് കുറെ വയസ്സന്മാർ ഇങ്ങോട്ട് വരും, എന്നിട്ട് തോർത്തെടുത്ത് ഇങ്ങനെ തലമ കെട്ടും, എന്നിട്ട് ടോർച്ച് എടുത്ത് ഇങ്ങനെ കശത്തും വെക്കും, എന്നിട്ട് പറയും മൗലായ അരോചകം എന്ന് വേണ്ടില്ല. എന്നിട്ട് ഇപ്പോഴോ ഇപ്പൊ സ്റ്റൈല് മാറണം, പുതിയ സ്റ്റൈലിലേക്ക് മാറണം എന്നാ പറയുന്നത്. ആ സ്റ്റൈലിലേക്ക് മാറിയതാണ് അങ്ങ് വടക്കേന്ത്യ നടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാ, കുറെ ആളുകൾ ഇങ്ങനെ പണ്ഡിതന്മാര് തലയിൽ കെട്ടി ആളുകൾ ഇങ്ങനെ വട്ടവളഞ്ഞിരിക്കും. എന്നിട്ട് ഫ്രണ്ട് രണ്ടൊരു ചെക്കൻ, ഒരു നരന്തി ചെക്കൻ ഇങ്ങനെ, എന്നിട്ട് വടക്കേന്ത്യ നടക്കുമ്പോൾ ചെയ്ത സ്റ്റൈല് എന്താണത്? അതിങ്ങനെ ചൊല്ലും. ഉസ്താദുമാർക്ക് പണി എന്താ? ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർക്ക് പണി ഇൻസ്ട്രുമെന്റ്സ് വായിക്കല. അതെന്തേ? ഇതിങ്ങനെ താളം ഇട്ട് കൊടുക്കുന്ന പണി മാത്രം. എന്നിട്ട് ഈ കുട്ടിയോട് തന്നെ പറയും طالع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي يا رسول الله يا حبيب الله पुकारो يا رسول الله يا حبيب الله എന്നിങ്ങനെ ചൊല്ലാം. എന്നിട്ട് ആളോ ഇവരുടെ പണി ഇങ്ങനെ ഇങ്ങനെ ഈ ഡ്രംസ് വായിച്ചു കൊടുക്കുന്ന പണി ആർക്ക്? സദസ്സിലിരുന്ന ആളുകൾ. കണ്ടോ നിങ്ങൾ?